നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ചേർപ്പ് പഞ്ചായത്ത് അതിർത്തിയിൽ അനധികൃത വഴിയോര കച്ചവടം നിരോധിക്കും. കോൺഗ്രസ് നേതൃത്വം മുൻകൈയെടുത്ത് വിളിച്ചു ചേർത്ത വ്യാപാരികളുടെയും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും യോഗത്തിലാണ് തീരുമാനമെടുത്തത്. തളിക്കുളത്ത് കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ മരത്തിലിടിച്ച് കാർ യാത്രികയായ യുവതി മരിച്ചു. 3 പേർക്ക് പരിക്ക്. പച്ചച്ചീര കൊണ്ടും പച്ചക്കറികൾ കൊണ്ടും പട്ടാപ്പകൽ സ്വീകരണം. ഇടതുമുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ 2ാം റൗണ്ട് പര്യടനം നാട്ടിക നിയമസഭാ മണ്ഡലത്തിലെ പാറളം പഞ്ചായത്തിലെ പള്ളിപ്പുറത്തുനിന്ന് ശനിയാഴ്ച പ്രഭാതത്തിൽ ആരംഭിച്ചു. PDP ചേനം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബങ്ങൾക്ക് ഭക്ഷ്യ കിറ്റ് വിതരണം നടത്തി. 200ഓളം കുടുംബങ്ങൾക്കാണ് കിറ്റ് വിതരണം ചെയ്തത്. വാർത്തകൾ വിശദമായി. ചേർപ്പ് പഞ്ചായത്ത് അതിർത്തിയിൽ അനധികൃത വഴിയോര കച്ചവടം നിരോധിക്കും. കോൺഗ്രസ് നേതൃത്വം മുൻകൈയെടുത്ത് വിളിച്ചു ചേർത്ത വ്യാപാരികളുടെയും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും യോഗത്തിലാണ് തീരുമാനമെടുത്തത്. 2022 ഒക്ടോബറിൽ സബ് കമ്മിറ്റി തീരുമാനപ്രകാരം അനധികൃത വഴിയോര കച്ചവടം നിരോധിക്കാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തിരുന്നെങ്കിലും അത് നടപ്പാക്കുകയുണ്ടായില്ല. ഇതേ തുടർന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചേർപ്പ് യൂണിറ്റ് കോടതിയെ സമീപിച്ചിരുന്നു. കോടതി പഞ്ചായത്തിനോട് നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നടപടി ഒന്നുമുണ്ടായില്ല. ലോക്സഭാ ഇലക്ഷൻ അടുത്തതോടെ വ്യാപാരികൾ നോട്ടയ്ക്ക് വോട്ട് ക്യാമ്പുമായി രംഗത്തിറങ്ങിയപ്പോൾ കോൺഗ്രസ് നേതൃത്വം വ്യാപാരികൾക്ക് അനുകൂലമായി രംഗത്ത് വരികയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കർശന നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് വിളിച്ചുകൂട്ടിയ യോഗത്തിലാണ് വഴിയോര കച്ചവടം നിരോധിക്കാനും പ്രധാനയിടങ്ങളിൽ നിരോധന ബോർഡ് വയ്ക്കുവാനും തീരുമാനിച്ചത്. KK കൊച്ചുമുഹമ്മദ്, MK അബ്ദുൽ സലാം, സിജോ ജോർജ്, CK വിനോദ്, അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, വൈസ് പ്രസിഡന്റ് സുരേഷ്, വ്യാപാരി നേതാക്കളായ KK ഭാഗ്യനാഥൻ, ജോൺസൺ ചിറമൽ, KP വർക്കി എന്നിവർ പങ്കെടുത്തു. വർഷങ്ങളായുള്ള വ്യാപാരികളുടെ ആവശ്യം പരിഗണിച്ച് അനധികൃത വഴിയോര കച്ചവടം നിരോധിക്കാൻ മുന്നോട്ട് വന്നത് വ്യാപാരി സമൂഹത്തിന്റെ വിജയമാണെന്ന് യൂണിറ്റ് പ്രസിഡന്റ് KK ഭാഗ്യനാഥനും സെക്രട്ടറി ജോൺസൺ ചിറമലും പറഞ്ഞു. തളിക്കുളത്ത് കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ മരത്തിലിടിച്ച് കാർ യാത്രികയായ യുവതി മരിച്ചു. 3 പേർക്ക് പരിക്ക്. എറണാകുളം അമ്പലപ്പടി സ്വദേശി വടക്കേ വീട്ടിൽ ഷൈജുവിന്റെ ഭാര്യ ജാമിയ ആണ് മരിച്ചത്. എറണാകുളം അമ്പലപ്പടി സ്വദേശി വടക്കേ വീട്ടിൽ ഷൈജുവിന്റെ ഭാര്യ 40 വയസ്സുള്ള ജാമിയാണ് മരിച്ചത്. മറ്റ് യാത്രക്കാരായ ഷൈഷ, മാജീദ്, മിയ എന്നിവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തളിക്കുളം കച്ചേരിപ്പടിയിൽ ഇന്ന് പുലർച്ചെ 2ഓടെയായിരുന്നു അപകടം. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നു. പച്ചച്ചീര കൊണ്ടും പച്ചക്കറികൾ കൊണ്ടും പട്ടാപകൽ സ്വീകരണം. ഇടതുമുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ 2ാം റൗണ്ട് പര്യടനം നാട്ടിക നിയമസഭാ മണ്ഡലത്തിലെ പാറളം പഞ്ചായത്തിലെ പള്ളിപ്പുറത്തുനിന്ന് ശനിയാഴ്ച പ്രഭാതത്തിൽ ആരംഭിച്ചു. പര്യടന പരിപാടി പള്ളിപ്പുറം കടവിലെ സെന്ററിൽ രാവിലെ 7:30 ചേർന്ന പൊതുയോഗത്തിൽ CPI തൃശൂർ ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. CPIM ചേർപ്പ് ഏരിയ കമ്മിറ്റി അംഗം സെബി ജോസഫ് പെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. PB ഷാജൻ സ്വാഗതം പറഞ്ഞു. പാർലം പഞ്ചായത്തിലായിരുന്നു ആദ്യ സ്വീകരണ പരിപാടി. VS സുനിൽകുമാറിനെ മുള്ളക്കര, കോടന്നൂർ, ഹാഷ്മിയതകർ, വെങ്ങിണിശ്ശേരി, കപ്പക്കാട് ഗ്രാമങ്ങളിൽ കൃഷിക്കാരും തൊഴിലാളികളും പച്ചച്ചീരയും പച്ചക്കറികളും വിഷുക്കൊന്നയും രക്തഹാരവുമായി 100 കണക്കിന് പേർ സ്വീകരിച്ചു. PR വർഗീസ്, അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ, KP സന്ദീപ്, AS ദിനകരൻ, ഷീല വിജയകുമാർ, KM ജയദേവൻ, MG ജയകൃഷ്ണൻ, UK ഗോപാലൻ, സെബി ജോസഫ്, മോഹനൻ അന്തിക്കാട്, KK അനിൽ, ഷീന പറയങ്ങാട്ടിൽ, അഡ്വക്കേറ്റ് KG സന്തോഷ് കുമാർ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. അവണിശ്ശേരി, ചേർപ്പ്, ചാടൂർ, താന്യം, അന്തിക്കാട്, വലപ്പാട്, നാട്ടിക, തളിക്കുളം പഞ്ചായത്തുകളിലാണ് 2ാം തവണ പര്യടനം നടത്തിയത്. PDP ചേനം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബങ്ങൾക്ക് ഭക്ഷ്യ കിറ്റ് വിതരണം നടത്തി. 200ഓളം കുടുംബങ്ങൾക്കാണ് കിറ്റ് വിതരണം ചെയ്തത്. ചേനം ആലുക്കൽ പരിസരത്ത് നടന്ന സ്നേഹസംഗമം നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു.
കിറ്റ് വിതരണ ഉദ്ഘാടനം പാർലം പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് നിർവഹിച്ചു. ചേരം യൂണിറ്റ് പ്രസിഡന്റ് പി എ ഷഫീഖ് അധ്യക്ഷത വഹിച്ചു. PDP സംസ്ഥാന ജനറൽ സെക്രട്ടറി TM മജീദ്, വായനശാല സെക്രട്ടറി PB ഷാജൻ, സാമൂഹ്യ പ്രവർത്തകൻ VS നജീബ്, PDP ജില്ലാ കൗൺസിൽ അംഗം PA റസാഖ്, ഷറഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ആരോഗ്യപരമായ മാറ്റങ്ങൾ ആരൊക്കെ ചെയ്യുന്നു അവരെ പ്രസ്ഥാനമായി ഇടപെടുന്നുണ്ട്. ഞാൻ എന്നെ എതിരല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പ്രസ്ഥാനത്തിന്റെ ആളാണെങ്കിൽ പോലും എത്ര കഷ്ടപ്പാടും ദുരിതം അനുഭവിക്കുന്ന ആരുണ്ടാകട്ടെ അവരെ വന്നാൽ സഹായിക്കുക ആ ഒരു ധർമ്മമാണ് ഇന്ന് നമ്മുടെ എല്ലാ പ്രദേശത്തും നടക്കുന്ന ഈ മതസഹോദരത്തിൽ നടക്കുന്ന നോമ്പ് നോറ്റുകൊണ്ടുള്ള പോകുന്നത്. അതെന്റെ അതിലേക്ക് ചെറിയ സഹായം പീഡിപ്പിയുടെ നേതൃത്വത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട പ്രവർത്തകർ വഹിക്കുന്ന ചില പ്രവർത്തനങ്ങളിൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന പരിപാടി ആയതുകൊണ്ട് ആണ് ഞാൻ ഇത് ഇവിടെ എത്തിച്ചേരാൻ എനിക്ക് തോന്നിയത്. എന്തായാലും ഇതിനു മുമ്പ് ഞാൻ ഈ ഇതിന്റെ അകത്ത് കയറി വന്നിട്ടുള്ള പരിപാടികൾ നിങ്ങൾ പങ്കെടുക്കാനായിട്ടുണ്ട്. ഇപ്പോൾ കിറ്റ് വിതരണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ നടക്കുകയാണ്. പക്ഷെ കിറ്റ് വിതരണം കൊണ്ട് നമ്മുടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പരിഹാരം കണ്ടെത്താൻ ഒരു വലിയൊരു ധർമ്മമാണ്. ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ ധർമ്മമായി നമ്മൾ ഇതിനെ ഉൾക്കൊള്ളുന്നു. അത് മാറ്റിയെടുക്കുന്നതിന് അതുള്ള വലിയ മാറ്റം നമ്മുടെ പ്രദേശം എല്ലാവരും തുല്യരായി കണക്കാക്കിക്കൊണ്ടാണ് 200 കുടുംബക്കാർക്ക് ഇത് വിതരണം ചെയ്യാന്ന് പറഞ്ഞാൽ അതിനകത്ത് ജാതി മതം ഇല്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ആണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാനും നിങ്ങളൊപ്പം 2 വാക്ക് പറയാനുള്ള സമയം ഞാൻ ആദരിച്ചതിന്റെ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. സൂചിപ്പിച്ചതുപോലെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ജനസേവനം ജീവിത ദൗത്യം എന്ന മുദ്രാവാക്യത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായ PDPയുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് 4ാം വർഷമാണ് ഇതുപോലെ ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നത്. ഏകദേശം ഒരു 40 കിറ്റിൽ നിന്ന് ആരംഭിച്ച 4 വർഷം മുമ്പ് 40 കിറ്റിൽ നിന്നാണ് അന്ന് ആരംഭിച്ചത്. എല്ലാ ആളുകൾക്കും അന്ന് എത്തിച്ചു കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല. ഏകദേശം കഴിഞ്ഞ വർഷം ഏകദേശം 100ലേക്ക് എത്തുകയും എല്ലാ വർഷങ്ങളിലും നേരിട്ട് തെരഞ്ഞെടുത്ത കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് നേരിട്ട് വീട്ടിലേക്ക് എത്തി വിതരണം നടത്തുകയാണ് പതിവ്. എന്നാൽ ഇപ്രാവശ്യം 200 വീടുണ്ടാകുകയും അതെല്ലാ വീടുകളിലേക്കും എത്തിക്കുന്നതിന്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് കൊണ്ട് ആണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് നമ്മൾ ഇത് നടത്തപ്പെടുന്നത്. പള്ളിപ്പുറം പാറളം കോടന്നൂർ പാടശേഖരത്തിൽ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത സത്യൻ എന്ന കർഷകന്റെ 4 ഏക്കർ കൃഷി നശിച്ചതായി പരാതി. ഈ പടവില് 4 ഏക്കർ കൃഷി ഞാൻ ലീസിനെടുത്ത് പണിയുണ്ട്. ആ പണിയുന്ന സാഹചര്യത്തിൽ കുറേ അസഹിഷ്ണുതമായിട്ടുള്ള കാര്യങ്ങൾ സെക്രട്ടറി പ്രകടിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ പ്രധാനപ്പെട്ട് ഇപ്പോൾ ഒരു മാസമായിട്ട് മോട്ടർ നടത്താറുമില്ല. മോട്ടർ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് മോട്ടർ അധികം നടത്താറില്ല. പകൽ മാത്രം ഇത്തിരി നടത്തി നിൽക്കും. ഇപ്പോൾ കതിര് വന്ന് നിൽക്കുന്ന സമയത്ത് ഈ ട്രാൻസ്ഫോമർ ഇറക്കി വെച്ചിട്ട് ഈ KLDC ചെറിയ 2 മീറ്റർ വർക്കിൻ്റെ പ്രശ്നത്തിലാണ് ഇപ്പോൾ ആ ഇലക്ട്രിസിറ്റി ട്രാൻസ്ഫോമർ ഇറക്കി വെച്ചു. അതുകൊണ്ട് 4 ഏക്കർ ഭൂമി കൃഷിയിൽ നശിച്ചു പോയി. 2 മീറ്റർ വർക്കിന് വേണ്ടിയിട്ട് 4 ഏക്കർ കൃഷി കംപ്ലീറ്റ് നശിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ എത്തി. ഇനി ആ നെല്ല് ഒരു കാര്യം ഉണ്ടാവില്ല. പൊതമ്പായുന്ന സമയത്ത് അതിൽ വെള്ളം കയറി കഴിഞ്ഞാൽ പൊതമ്പിൽ വെള്ളം കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചീഞ്ഞു പോകുള്ളൂ. ഒരു കതിരും കിട്ടില്ല, ഒരു നെല്ലും കിട്ടില്ല. വാടാനപ്പള്ളിയിൽ ദേശവിലക്ക് കാണാനെത്തിയ 18-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ യുവമോർച്ച മുൻ ജില്ലാ സെക്രട്ടറിയെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. വാടാനപ്പള്ളി ബീച്ച് വ്യാസാനഗർ സ്വദേശി കുടുത സുബി എന്ന KS സുബിനാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ജനുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ ഇയാൾ ബംഗളൂരുവിലേക്ക് കടന്നു. ഒളിവിൽ കഴിയുന്നതിനിടെ പ്രതിയെ കഴിഞ്ഞ ദിവസം വാടാനപ്പള്ളി പോലീസ് പിടികൂടി നാട്ടിലെത്തിക്കുകയായിരുന്നു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ സുബിൻ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ്. പ്രതിയെ ചാവക്കാട് കോടതി റിമാൻഡ് ചെയ്തു. തൃശൂർ അതിരപ്പള്ളി വാൽപ്പാറയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ തോട്ടം തൊഴിലാളിയായ യുവാവ് മരിച്ചു. തമിഴ്നാട് വാൽപ്പാറ സ്വദേശി 48 വയസ്സുള്ള അരുണാണ് മരിച്ചത്. മുരുകാളി എസ്റ്റേറ്റിൽ 4 നമ്പർ ഫീൽഡിൽ ജോലിക്കെത്തിയ സമയത്തായിരുന്നു ആക്രമണം. തേയിലയ്ക്ക് മരുന്നടിക്കുന്നതിനിടെ കാട്ടുപോത്ത് ആക്രമിക്കുകയായിരുന്നു. തേയിലത്തോട്ടത്തിൽ മറഞ്ഞിരുന്ന കാട്ടുപോത്ത് പിറകിൽ നിന്നുമാണ് അരുണിനെ ആക്രമിച്ചത്. വയറിൽ കുത്തേറ്റ അരുണിനെ വാൽപ്പാറയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരണമടയുകയായിരുന്നു.
ചേറ്റുവ അഴിമുഖത്ത് മത്സ്യബന്ധന വള്ളങ്ങൾ അപകടങ്ങളിൽപ്പെടുന്ന മണൽത്തിട്ട ഒഴിവാക്കണമെന്ന വലപ്പാട് നാട്ടിക കൊടിയമ്പുഴ ദേവസ്വത്തിന്റെ ആവശ്യത്തിൽ അധികൃതരുടെ നിർണായക തീരുമാനം ഈ മാസം 9-ന് ചൊവ്വാഴ്ച ഉണ്ടാകും. NK അക്ബർ MLAയുടെ അധ്യക്ഷത യോഗത്തിൽ ചേറ്റുവയിൽ ചേരുന്ന യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനമുണ്ടാവുക. നാട്ടിക വലപ്പാട് കൊടിയമ്പുഴ ദേവസ്വത്തിന് കീഴിലുള്ള ഒട്ടേറെ വള്ളങ്ങൾ തകരുന്നതിന് കാരണമാകുന്ന അഴിമുഖത്തെ മണൽത്തിട്ട നീക്കം ചെയ്യാത്തതിനെതിരെ ഇത്തവണത്തെ വോട്ടവകാശം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞ ദിവസം അടിയന്തര യോഗം ചേർന്നിരുന്നു. ദേവസ്വം കമ്മിറ്റി പ്രസിഡന്റ് ഹരിലാൽ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ചെയർമാൻ PV ജനാർദ്ദനൻ, രാജൻ കൊച്ചിക്കാട്ട്, പീതാംബരൻ കോഴിശ്ശേരി, PR നാരായണൻ എന്നിവർ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച് തങ്ങളുടെ പ്രതിഷേധം ആദ്യം ഉന്നയിക്കാനായിരുന്നു ദേവസ്വം വിളിച്ചു ചേർത്ത യോഗം തീരുമാനിച്ചത്. കൊടിയമ്പുഴ ദേവസ്വത്തിന് കീഴിലുള്ള 18ഓളം വള്ളങ്ങൾ ഉൾപ്പെടുന്ന 3000-ഓളം കുടുംബാംഗങ്ങളാണ് കൊടിയമ്പുഴ ദേവസ്വത്തിന് കീഴിലുള്ളത്. കഴിഞ്ഞ ദിവസം ഇരിങ്ങാതുരുത്തി പ്രസാദിന്റെ ഉടമസ്ഥതയിലുള്ള അമ്പാടി എന്ന വള്ളം അഴിമുഖത്തിന് സമീപത്തെ മണൽത്തിട്ടയിലിടിച്ച് തകർന്നിരുന്നു. 7 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് ഇതുമൂലമുണ്ടായത്. വലപ്പാട് നാട്ടിയ കൊടിയമ്പുഴ ദേവസ്വത്തിന് കീഴിലുള്ളതാണ് അമ്പാടി വള്ളം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അഴിമുഖത്തെ മണൽത്തിട്ട നീക്കം ചെയ്യണമെന്ന ആവശ്യം ബന്ധപ്പെട്ട അധികൃതരോട് ഉന്നയിച്ചു വരികയാണ് കൊടിയമ്പുഴ ദേവസ്വം. അഴിമുഖത്തിന് സമീപം പ്രളയത്തിന് പിന്നാലെയാണ് മണൽത്തിട്ട രൂപപ്പെട്ടത്. ചാവക്കാട് മുനക്കടവിന് തെക്ക് ഭാഗത്ത് കൊടിയമ്പുഴ ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് ഇവരുടെ 18ഓളം വള്ളങ്ങൾ കെട്ടിയിടാറുള്ളത്. തങ്ങളുടെ വള്ളങ്ങൾക്ക് ഭീഷണിയായ മണൽത്തിട്ട നീക്കം ചെയ്യണമെന്ന ദേവസ്വത്തിന്റെ അപേക്ഷയിൽ ഉചിതമായ തീരുമാനം ജില്ലാ കളക്ടർ എടുത്തിരുന്നു. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെയും ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിന്റെയും മേൽനോട്ടത്തിൽ കൊടിയമ്പുഴ ദേവസ്വത്തിന് മണൽത്തിട്ട നീക്കം ചെയ്യാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകുകയായിരുന്നു. പുഴയിൽ നിന്ന് മാറ്റുന്ന മണൽ ബന്ധപ്പെട്ട അധികൃതർ വിൽപ്പന നടത്തണം. ഇതിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് കൊടിയമ്പുഴ ദേവസ്വത്തിന് ചിലവായ തുക കഴിഞ്ഞുള്ള പണം സർക്കാരിലേക്ക് അടയ്ക്കണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ ഇതിനെതിരെ പരാതി ഉയർന്നതോടെ ഇത് സംബന്ധിച്ച ഉത്തരവും പിൻവലിക്കപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള അപേക്ഷകൾ നിരന്തരം അവഗണിക്കുന്നതിനെതിരെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ബഹിഷ്കരിക്കണമോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിലേക്ക് കൊടിയമ്പുഴ ദേവസ്വം എത്തിച്ചേരുന്നത്. കൊടിയമ്പുഴ ദേവസ്വം ഹാളിൽ നടന്ന യോഗത്തിൽ മുഴുവൻ കുടുംബാംഗങ്ങളും ഒറ്റക്കെട്ടായാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ തീരുമാനമെടുത്തത്. ചൊവ്വാഴ്ച NK അക്ബർ MLA വിളിച്ചു ചേർത്ത യോഗത്തിൽ കൊടിയമ്പുഴ ദേവസ്വം കമ്മിറ്റി ഭാരവാഹികൾ പങ്കെടുക്കും. അപകടത്തിനിടയാക്കുന്ന മണൽത്തിട്ട നീക്കം ചെയ്യണമെന്ന ആവശ്യത്തിൽ ഉചിതമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ ലോക്സഭാ വോട്ടെടുപ്പ് ബഹിഷ്കരണം നടത്തും. തുടർന്ന് ചേറ്റുവ ഹാർബറിന്റെ പ്രവർത്തനം സ്തംഭിപ്പിക്കുമെന്ന പ്രതിരോധം സൃഷ്ടിക്കുവാനുമാണ് തീരുമാനം. ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ മത്സ്യത്തൊഴിലാളികൾ, അതായത് ദേവസ്വം മത്സ്യത്തൊഴിലാളികൾ, അതിനെ അനുബന്ധിച്ച് നമ്മളെ കൂടെ നിൽക്കുന്ന എല്ലാ വ്യക്തികളും മത്സ്യത്തൊഴിലാളികളും ഓരോ കൂട്ടായ്മകളും എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണോ വോട്ട് ചെയ്യാൻ പോകണോ എന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മൾക്കൊരു ഉപകാരവും നമ്മൾ ഇന്ന് ഈ കക്ഷി രാഷ്ട്രീയക്കാരെ കൊണ്ട് നമ്മൾക്ക് ആയിരിക്കില്ല. നമ്മൾ പണിയെടുക്കാൻ മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഈ ദേവസ്വം എന്ന് പറയുന്നത് നമ്മൾക്ക് കാരണന്മാര് കൈമാറി തന്നിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. ഇന്ന് നമ്മളത് കൊണ്ട് നടക്കുന്നു. നാളെ നമ്മൾ കൈമാറി നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കേണ്ടതാണ്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ആരുടെ കയ്യിൽ നിന്നാണ് കിട്ടേണ്ടത് അത് നമുക്ക് കിട്ടിയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അത് ജനാധിപത്യത്തിൽ ഊന്നിപ്പറയുന്ന ഒരു വിഷയമാണ്. ഏതൊരു പൗരന്റെയും അവന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് ഇവിടത്തെ ആരാമം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളാണ് അതിന് ഉത്തരവാദികൾ. തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച് തിരുവമ്പാടി വിഭാഗത്തിന്റെ പന്തൽ കാൽ നാട്ടുകർമ്മം നടന്നു. നടുവിലാൽ, നായ്ക്കനാൽ എന്നിവിടങ്ങളിലാണ് പന്തലുകൾക്കായി കാലുകൾ ഉയർന്നത്. സ്ഥാനാർത്ഥികളായ സുരേഷ് ഗോപി, VS സുനിൽകുമാർ, മന്ത്രി K രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കാളികളായി. ഓരോ ദിവസവും പൂരക്കാഴ്ചകളിലേക്കാണ് നഗരം കൺതുറക്കുക. പൂരത്തിനെ വരവേൽക്കാൻ തൃശൂർ ഒരുങ്ങിക്കഴിഞ്ഞു. ആരംഭ ചടങ്ങുകളിലൊന്നായ തിരുവമ്പാടി വിഭാഗത്തിന്റെ പന്തൽ കാൽനാട്ടൽ കർമ്മം രാവിലെ 9 മണിയോടെ നടന്നു. പ്രത്യേക ഭൂമിപൂജ നടത്തിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ചടങ്ങിൽ തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി, ഇടത് സ്ഥാനാർത്ഥി VS സുനിൽകുമാർ, മന്ത്രി K രാജൻ, ക്ഷേത്രം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കുചേർന്നു. പൂരത്തിന് നഗരത്തിൽ 3 പന്തലുകളാണ് ഉയരുക. പൂരത്തിന്റെ മുഖ്യ സാരഥികളായ
പാറമേക്കാവിൻ്റെ പന്തൽ മണികണ്ഠനാൽ പരിസരത്തും, തിരുവമ്പാടി വിഭാഗത്തിൻ്റെ പന്തലുകൾ നടുവിലാലും നായ്ക്കനാലുമാണ് ഉയരുക. ഇന്നലെ പാറമേക്കാവ് വിഭാഗത്തിൻ്റെ കാൽനാട്ടുകർമ്മം നടന്നിരുന്നു. ഏപ്രിൽ 19 പൂരം. 13 നടക്കുന്ന കൊടിയേറ്റത്തോടെ പൂരാവേശത്തിലേക്ക് നഗരം കടക്കും. ആനച്ചന്തവും മേളപ്പെരുക്കവുമൊക്കെയായി പൂരത്തിൽ ആറാടാൻ പൂരപ്രേമികളും പൂരത്തട്ടകവും ഒരുങ്ങുകയാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6535 രൂപ, പവന് 52,280 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ചേർപ്പ് പഞ്ചായത്ത് അതിർത്തിയിൽ അനധികൃത വഴിയോര കച്ചവടം നിരോധിക്കും. കോൺഗ്രസ് നേതൃത്വം മുൻകൈയെടുത്ത് വിളിച്ചു ചേർത്ത വ്യാപാരികളുടെയും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും യോഗത്തിലാണ് തീരുമാനമെടുത്തത്. തളിക്കുളത്ത് കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ മരത്തിലിടിച്ച് കാർ യാത്രികയായ യുവതി മരിച്ചു. 3 പേർക്ക് പരിക്ക്. പച്ചച്ചീര കൊണ്ടും പച്ചക്കറികൾ കൊണ്ടും പട്ടാപ്പകൽ സ്വീകരണം. ഇടതുമുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ 2ാം റൗണ്ട് പര്യടനം നാട്ടിക നിയമസഭാ മണ്ഡലത്തിലെ പാറളം പഞ്ചായത്തിലെ പള്ളിപ്പുറത്തുനിന്ന് ശനിയാഴ്ച പ്രഭാതത്തിൽ ആരംഭിച്ചു. PDP ചേനം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബങ്ങൾക്ക് ഭക്ഷ്യ കിറ്റ് വിതരണം നടത്തി. 200ഓളം കുടുംബങ്ങൾക്കാണ് കിറ്റ് വിതരണം ചെയ്തത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.